ശ്രീ എം ലോറൻസ്, പ്രാദേശിക തലത്തിലുള്ള സമ്പത്ത് കേന്ദ്രീകരണം, നേരായ മാർഗത്തിലോ അല്ലാതുള്ള സമ്പത്ത് കേന്ദ്രീകരണത്തിന് ഒരു എളുപ്പമാർഗം എന്നുള്ള നിലയ്ക്ക് പലയിടത്തും പാർട്ടി നേതാക്കളെ സ്വാധീനപ്പെടുത്തുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഈ ഒരു പശ്ചാത്തലം കേരളത്തിൽ പ്രത്യേകമായി നോക്കേണ്ടതുണ്ടോ, അതല്ല ഗൌരവമായി എടുക്കേണ്ട സാഹചര്യമല്ലേ അത്? ഇവിടെ അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുകയോ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നത് പാർട്ടി അംഗീകരിക്കുന്നില്ല. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്ക് അന്യമാണത്, അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അതിന് മുന്നോട്ടുള്ള പോക്കിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടെ ഇതിനിടയ്ക്ക് സംസാരത്തിനിടയ്ക്ക് ദേശീയ നേതൃത്വം അഴിമതി മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു, സംസ്ഥാന നേതൃത്വം നിൽക്കുന്നു. ഞാൻ ശക്തിയായ ഭാഷയിൽ അതൊക്കെ നിരാകരിക്കേണ്ടിയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ പറയുണ്ടായി കോൺഗ്രസിനും ഇത്തരം സംഘടനാ സംവിധാനങ്ങളോ തിരുത്തൽ നടപടിയില്ല. പക്ഷേ സമീപ ഭാവിയിലൊന്നും അത്തരം ഏതെങ്കിലും ഒരു നടപടി എടുത്തതായി നമുക്ക് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതേസമയം തന്നെ നേതാക്കൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ, സംഘടനാപരമായ പാളിച്ചകൾ കോൺഗ്രസിൽ കുറെ കൂടി ഗൌരവമായി കുറ്റമായി കാണുമ്പോൾ അനധികൃത സ്വത്ത് സമ്പാദ്യമോ അല്ലെങ്കിൽ പാർട്ടി രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജീവിതശൈലികളോ വലിയൊരു കുറ്റമായിട്ട് കോൺഗ്രസ് കാണുന്നതിന് ഉദാഹരണങ്ങൾ കുറവാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തി ഇല്ല എന്ന് വരികിൽ ഒരു പാർട്ടി അനിയന്ത്രിതമായി പോകില്ലേ? അപ്പൊ കോൺഗ്രസ് അനിയന്ത്രിതമായി പോകാതിരിക്കാൻ കാരണം ഈ പെരുമാറ്റമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശ്രീ പി പി ജെയിംസ്, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തില് പാർലമെന്ററി തലത്തിലും പാർട്ടി തലത്തിലും നേതൃത്വത്തിലേക്ക് പരിഗണിക്കുന്നവര് നന്നായി പൊളിറ്റിക്സ് അല്ലെ രാഷ്ട്രീയം മാനേജ് ചെയ്യാൻ കഴിയുന്നവരെന്നുള്ളതാണ്. ആദർശശുദ്ധിയെക്കാട്ടിൽ പ്രധാനമായിട്ട് രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ, പാർട്ടിക്ക് ശക്തി കൂട്ടാൻ കഴിയുമോ, ഇതിന് മാർഗങ്ങളെക്കാട്ടിൽ ലക്ഷ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പ്രവണത കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വളരെ കൂടുതലാണ്. കേരളമാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വളരെ ഭേദവും തോന്നും. എന്ത് തോന്നുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ചെലവാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇതാണ് ചെയ്യേണ്ടത്. അടുത്ത തവണ ഇവിടെ ജയിക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥി അടുത്ത തവണ എനിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മത്സരിക്കണമെങ്കിൽ എനിക്ക് ചെലവാക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഒരു 10-15-20 കോടി എന്തെങ്കിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളെ മാനേജ് ചെയ്യാൻ, പാർട്ടിയെ മാനേജ് ചെയ്യാൻ, പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ, സംഭാവന കൊടുക്കാൻ കഴിവുള്ള നേതാക്കളെ മതി. അല്ലാതെ ആദർശശുദ്ധിയുള്ളവർക്ക് ആർക്കും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെറ്റിദ്ധരുത്തൽ നടപടികളുടെ ഭാഗമായി നേതാക്കളുടെ ജീവിതശൈലി, അവരുടെ സ്വത്ത് സമ്പാദ്യം, ഇവയെക്കുറിച്ച് പാർട്ടി ഘടകങ്ങൾ കർശനമായി നിരീക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നുള്ള സിപിഎമ്മിന്റെ സ്വയം വിമർശനപരമായ തീരുമാനം സ്വാഭാവികമായും സ്വാഗതാർഹമാണ്. പക്ഷേ അതൊരു ഉപരിപ്ലവമായ തീരുമാനം മാത്രമായി ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല. കുറെ കൂടി താഴെത്തട്ടിലേക്കും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റു പാർട്ടികൾ കൂടി ഇത് മാതൃകയാക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിനിടയിലുള്ള ബഹുമാന്യത അല്ലെങ്കിൽ മതിപ്പ് കൂടുകയുള്ളൂ. നേർക്കുനേർ അടുത്തയാഴ്ച മറ്റൊരു വിഷയം. വീണ്ടും നമസ്കാരം.